ത്രിയേക ദൈവത്തിന് സ്തുതി. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ്. യേശു കർത്താവിൻ്റെ അസാന്നിധ്യം കൊണ്ട് തങ്ങൾ അനാഥരായി പോയല്ലോ എന്നല്ല, കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാൻ കാര്യസ്ഥനെ തരുമെന്ന ഉറപ്പിന്മേൽ തങ്ങൾ സനാഥരാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ധൈര്യത്തോടെ തുടർ ശുശ്രൂഷയ്ക്കായി മുന്നോട്ട് കുതിക്കുവാനുള്ള ആഹ്വാനമാണ് യേശു കർത്താവിൻ്റെ ഈ വിടവാങ്ങൽ പ്രസംഗത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടുന്നതിന് നിങ്ങൾക്ക് തരും. വാക്യം 16 സകലത്തെയും ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിൻ്റെ ധ്വനി ഈ വരികളിലുണ്ട്. പരിശുദ്ധാത്മാവ് ആർക്കും അപരിചിതൻ അല്ല. പരിശുദ്ധാത്മാവ് ഒരുപാട് പേരോട് കൂടെ നിന്ന ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് അതൊരു ശക്തിയാണ്, അതൊരു കൃപയാണ്, അതൊരു ജീവിത ശൈലിയാണ്. ഒരു സാധാരണ കൃഷിക്കാരനായ ഗിദെയോനെ മിദ്യാന്യരെ തോൽപ്പിച്ചെടുക്കുവാൻ തിരഞ്ഞെടുക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, യഹോവയുടെ ആത്മാവ് ഗിദെയോൻ്റെ മേൽ വന്നു എന്ന്. അത്രയ്ക്കും ശക്തി പ്രകടിപ്പിക്കുവാൻ ഗിദെയോന് സാധിച്ചത് യഹോവയുടെ ആത്മാവ് അവനിൽ പ്രവർത്തിച്ചതുകൊണ്ടാണ്. ശൗലിനെ രാജാവാക്കാൻ അഭിഷേകം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. സുവിശേഷത്തിൻ്റെ സമാരംഭം മുതൽ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് ദൂതൻ മറിയോട് പറഞ്ഞതും, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു വന്നു എന്ന് യേശുവിൻ്റെ പൈതൽ പ്രായ വിവരണത്തിലും, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി തുടങ്ങി അനേക വിവരണങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളുടെ കൃത്യമായ സൂചനകൾ നമ്മൾ വായിച്ച് ഗ്രഹിച്ചിട്ടുണ്ട്. മാത്രമല്ല, പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ ഏത് ജീവിത സാഹചര്യത്തിലും തനിച്ചല്ല എന്ന് ഓർമ്മയും തരുന്നുണ്ട്. പിന്നെയോ, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം എത്രമേലുണ്ടോ അത്രമേൽ നമ്മെ ശക്തീകരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മുടെ ശക്തി സ്രോതസ് എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഈ വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ വരികളിലൂടെ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. വാക്യം 18 ആരെയും അനാഥരാക്കാൻ അനുവദിക്കാത്ത കർത്താവിൻ്റെ മനസ്സ് ഈ വരികളിൽ ഉണ്ട്. ഗുരുവിൻ്റെ മരണം കാരണം അനാഥരായി എന്ന് കരുതിയിരിക്കുന്നവരോട് കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും എന്ന് വെച്ചാൽ ആ ശിഷ്യർ ആരുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുവോ, അഥവാ ശിഷ്യർ തങ്ങളുടെ പ്രാണനാഥൻ്റെ സാന്നിധ്യം ആഗ്രഹിച്ചിരിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും. കർത്താവിൻ്റെ വിടവാങ്ങൽ പ്രസംഗം ശിഷ്യർക്ക് ശരിക്കും പ്രതീക്ഷ നൽകുന്ന ഒരു പ്രസംഗമായിരുന്നു. യേശുവിൻ്റെ ശുശ്രൂഷയിൽ ആകമാനം പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് ശരിക്കും അറിയാൻ ഇടയാകുന്നുണ്ട്. കർത്താവ് തൻ്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് ശുശ്രൂഷയിൽ മുന്നേറുന്നത്. യഹൂദ ചട്ടക്കൂടിൽ ചിലത് ഉല്ലംഘിച്ച് ശമരിയിലേക്ക് തൻ്റെ ശുശ്രൂഷയുടെ അതിര് വിശാലമാക്കാൻ ഇടയായതും, എല്ലാ മനുഷ്യരുടെയും മുന്നിൽ വന്ന് നിന്ന് അവരെ തൊട്ടും കൈപിടിച്ചും അങ്ങനെ മനുഷ്യരെ ശരിക്കും തൊടുന്ന ശുശ്രൂഷ ചെയ്യുവാനൊക്കെ യേശുവിന് സാധിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കൊണ്ടാണ്. ഏത് കാര്യങ്ങളെയും കർമ്മങ്ങളെയും ഒക്കെ ദൈവികമായി കാണാൻ ഈ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. അതുവഴി പരിശുദ്ധാത്മാവിനെ നമ്മിലൂടെ ലോകം അറിയാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. വാക്യം 21 സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ ദൈവ കൽപ്പനകൾ പ്രമാണിക്കാൻ കഴിയൂ എന്നത് ഈ വരിയുടെ സാരമാണ്. സ്നേഹിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ യേശു കർത്താവിനെ വെളിപ്പെടുത്താൻ കഴിയൂ. സ്നേഹമുള്ള ഇടത്തു മാത്രമേ ദൈവം ഉണ്ടാകൂ. യേശു എത്ര ഭംഗിയായിട്ടാണ് പിതാവ് തന്മേലേൽപ്പിച്ച ഇത്തിരി കഠിനമായ എങ്കിലും ആ ദൗത്യം ഈ ഭൂമിയിൽ പൂർത്തിയാക്കുന്നത്. അതിൻ്റെ ഒറ്റ കാരണം യേശുവിന് പിതാവിനോട് അത്രമേൽ സ്നേഹമുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അബ്രഹാമിൻ്റെ
മോറിയ മല അനുഭവം ഓർമ്മപ്പെടുത്തുന്നതും അതുതന്നെ. വാർദ്ധക്യത്തിൽ കിട്ടിയ കുട്ടിയെ തിരികെ ചോദിക്കുമ്പോഴും വിറയ്ക്കുന്ന കൈയും തളരുന്ന കാലുകളും വിതുമ്പുന്ന ഹൃദയവുമായി നിൽക്കുന്ന അബ്രഹാമിനെ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കൊണ്ട് തലോടുമ്പോഴും ദൈവകൽപ്പന പാലിച്ചെടുക്കുവാനുള്ള മനസ്സൊരുക്കത്തോടുകൂടിയാണ് അബ്രഹാം ആ യാഗപീഠത്തിനരികിൽ നിൽക്കുന്നത്. സ്നേഹം ഉള്ളിലുണ്ടെങ്കിൽ ദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കും എന്ന് അബ്രഹാമിൻ്റെ കഥ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. സ്നേഹം ഉള്ളിലുണ്ടെങ്കിൽ ഏതൊരു കൽപ്പനകൾക്കും ഭാരം തോന്നില്ല. എന്നാലോ സ്നേഹം ഇല്ലെങ്കിൽ ഒരു ചെറിയ വരി കൽപ്പനയ്ക്ക് പോലും ഭയങ്കര ഭാരം തോന്നും എന്നാർക്കാണ് അറിയാത്തത്? സ്നേഹത്തെ മാത്രം പ്രതലമാക്കി ജീവിക്കുവാനിടയായാൽ മരണ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർ പോലും യേശു ശിഷ്യരെ പോലെ കുതിച്ചെഴുന്നേറ്റ് ജീവിച്ചെഴുന്നേറ്റ് ഏതനുഭവത്തെയും കീഴ്മേൽ മറിക്കുന്നവരായി മാറും എന്നത് ഉറപ്പാണ്. ആമേൻ.